ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു റാൻഡം ഈവനിങ് വ്ലോഗാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. ഒരു പനിച്ചിട്ടില്ല, പക്ഷെ പനി വരുന്ന പോലെയും ജലദോഷവും തുമ്മൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഈ ഒരു ഇൻട്രോ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ അത്രയും സമയം എടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ സൗണ്ട് ഓക്കെ വരുന്നേ ഉള്ളൂ. എനിക്ക് റീസെറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു റീസെറ്റ് അത്യാവശ്യമാണ്. സോ നമുക്ക് ചെറുതായിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം. 2 ദിവസമായി തലയൊക്കെ നനച്ച് കുളിച്ചിട്ട് ഇന്നാണ് തലയൊക്കെ കുളിച്ചത്. ആ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ തൊണ്ട അങ്ങ് ശരിയാവാത്തതുകൊണ്ട് ഈ തല നനച്ച് വൈകുന്നേരം കുളിച്ചത് കൊണ്ടും ഇതെങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയൂല. എന്തായാലും ഐ ഫെൽറ്റ് ഗുഡ്. അപ്പം റെഡിയായതിനു ശേഷം ഞാൻ വിചാരിച്ചു ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന്. കോഫി കുടിച്ചിട്ട് കുറേ ആയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് കുടിക്കാറ്. ഇന്നെന്തോ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു സി ഡ്രാമ അല്ലെങ്കിൽ കെ ഡ്രാമ കാണാമെന്നൊക്കെ വിചാരിച്ചു. പണ്ടൊക്കെ ഞാനിങ്ങനെ ഡ്രാമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അത് മാത്രമല്ല എനിക്ക് ഓൺ ഗോയിങ് ഡ്രാമാസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ആഴ്ച ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കാണ് നെക്സ്റ്റ് എപ്പിസോഡ് വരുള്ളൂ. അപ്പോൾ കുറേ ആയി ഒരു ഡ്രാമയൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സി ഡ്രാമ കാണാം. അതാകുമ്പോൾ പിന്നെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. ഈ ഫ്രോത്തറൊക്കെ യൂസ് ചെയ്തിട്ട് കാലം കുറേ ആയി. അതുകൊണ്ട് എനിക്കിത് വർക്ക് ചെയ്യുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഫീൻ്റെ കൂടെ കഴിക്കാൻ ഈ പഴം നെയ്യിലിട്ട് റെഡിയാക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പഴമാണെങ്കിൽ അത്ര പഴുക്കാൻ പാടില്ല. അത് ജസ്റ്റ് മുറിച്ചിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ. പഞ്ചസാര ചിലർ മേലെ വിതറിയിട്ടൊക്കെ ഇടും, പക്ഷെ എനിക്ക് അങ്ങനെ പഞ്ചസാര ഇടുന്ന ഇഷ്ടമല്ല. സുഖമില്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നോണ്ടാണോ എന്ന് അറിയില്ല, എൻ്റെ ഒറിജിനൽ സ്ലാങ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രമേ പണിയുള്ളൂ. ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഈ ലൈറ്റും വേണം. ഇത് വെക്കുമ്പോൾ എന്തോ ഒരു വാം ഫീലിംഗ്. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടെടുത്ത് വന്നു. ഇപ്പം ഡ്രാമയൊന്നും കാണാത്തതുകൊണ്ട് ഏതാണ് നല്ലത് ഏതാണ് പുതിയത് ഇറങ്ങിയത് എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ വെറുതെ കുറച്ച് സമയം മുന്നേ കുറേ നോക്കി ഏതാ ഇപ്പം കാണുകയെന്ന്. അങ്ങനെ എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പം ഞാൻ യൂട്യൂബ് തുറന്നപ്പം ഇതാണ് മുന്നിൽ സജഷനിൽ വന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഒന്നും ആലോചിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്ത ഡ്രാമയാണിത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഇതിലങ്ങനെ കുറേ വ്യൂസും കുറേ കമൻസ് ഒന്നുമില്ല. പക്ഷെ നല്ല ഡ്രാമയാണ്. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഡ്രാമയാണ്. ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് എത്തിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം. സോ ഫാർ സോ ഗുഡ്. ഞാൻ ഒന്നും കൂടെ പറയാം, ഇതൊരു പ്രൊഡക്റ്റീവ് വ്ളോഗ് അങ്ങനെയൊന്നുമല്ല. ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്. അതിലൊന്നാണ് ഈ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് ഒരു കോസി അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരുന്ന് ഡ്രാമയൊക്കെ കാണുന്നത്. ഇങ്ങനെ ഇരുന്ന് ഡ്രാമയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിക്കുമ്പം എനിക്ക് നല്ല നൊസ്റ്റു അടിക്കുന്നുണ്ട്. കാരണം കുറേ മുന്നേ വരെ ഞാൻ ഇതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടെ ഞാൻ ചെയ്യാറില്ല. പ്രത്യേകിച്ചും എനിക്ക് ഈ ഒരു ഫീലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡ്രാമയൊക്കെ കണ്ട് ഒബ്സസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമയൊക്കെ സെറ്റായി എനിക്കത് കാണുമ്പം ഞാൻ ആ ഒരു ഡ്രാമയിൽ ഇങ്ങനെ ജീവിക്കുന്ന പോലെയൊക്കെ തോന്നും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീലിംഗാണ്. ഗൈസ്, സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഞാനൊരു 6:45 ആ ഒരു ടൈം ആയപ്പോഴാണ് ഈ കോഫിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നത്. സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു എപ്പിസോഡ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ മെസ്സേജൊക്കെ വന്നപ്പോൾ ഞാൻ മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുത്തു. ഇപ്പം 8 മണിയായി. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്ലേറ്റ് ഉണ്ട് ഇവിടെ, ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരു 8:15 ആവും. സമയം പോയി. ഒന്നും ചെയ്യാണ്ട് സമയം പോയി.
ഇങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതും ഈ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് മറന്നുപോയി. ദാറ്റ്സ് ഓക്കെ. എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, കാരണം നമ്മൾ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ടിപ്പോൾ കുറേ ആയി. ഇപ്പം എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല. ഞാൻ റാൻഡമായിട്ട് പെട്ടെന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ വ്ളോഗാണിത്. പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ജേർണലിങ് ഇപ്പം ചെയ്യാനുള്ളൊരു മൂഡില്ല. ലൈക്ക് നമ്മൾ കുറേ ജേർണലിങ് ചെയ്തല്ലോ, ഇപ്പം എന്താ ചെയ്യുക? ശരിക്കും എനിക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടുന്നുമില്ല. നമ്മൾ പറയാലോ, ഒരു ഡ്രാമയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത് കണ്ടിരുന്നു പോവും. അതിൻ്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പോയാൽ എത്രയോ മണിക്കൂർ അങ്ങനെ പോവും. ഞാൻ വിചാരിച്ചു ഒന്ന് നല്ലൊരു സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാന്ന്. അതുകൊണ്ട് ഒരു സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്റ്റോറി എടുത്തിട്ടു, എൻ്റെ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അതിപ്പം നമ്മളൊരു സ്റ്റോറി ഇട്ടാൽ നമ്മൾ തന്നെ ഒരു 10-200 പ്രാവശ്യം എടുത്ത് കാണണമല്ലോ. അതുകൊണ്ട് ഞാനും അങ്ങനെ ഇരുന്ന് കുറേ പ്രാവശ്യം എൻ്റെ സ്റ്റോറി തന്നെ റീപ്ലൈ ചെയ്ത് കണ്ടു. പ്ലസ് കുറച്ച് സ്റ്റോറി റീപ്ലൈസ് ഒക്കെ വരുമ്പം അതിന് മെസ്സേജ് അയച്ചു. അങ്ങനെ വീണ്ടും സമയം പോയി. ഇനിയിപ്പം നമുക്ക് പ്ലാൻ ചെയ്യണം. ഇനിയിപ്പോൾ ജൂൺ ആവാനായി, എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്താണെന്നറിയില്ല, എപ്പോഴും എനിക്കിങ്ങനെ വരും. ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെയാണ് ഈ ഒരു ഫ്ലോയിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് പോകുമ്പം ഹെൽത്തിന് എന്തെങ്കിലും ഒരു ജലദോഷം കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ കിടക്കും. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ട്രാക്കിലേക്ക് വരാൻ എനിക്ക് കുറേ ടൈം എടുക്കും. പേഴ്സണലി ഒരു ദിവസത്തെ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ എനിക്ക് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, 2 ദിവസം ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴേക്കും ട്രാക്കിലേക്ക് കയറാൻ എനിക്ക് എങ്ങനെ കയറണം, എന്താക്കണം എന്നൊന്നും അറിയില്ല. ഇതാണ് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വ്ളോഗ് ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുക, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ സ്റ്റെക്കായിപ്പോയി, ലൈഫിൽ സ്റ്റെക്കായിപ്പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് പോവുക. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ? റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡു കമന്റ്. ഞാൻ കുറച്ചായിട്ട് കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഓർമ്മയുണ്ടാവും. ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൈൻഡിൽ മാത്രം വിചാരിച്ച് വെച്ചാൽ ഒന്നും നടക്കില്ല. അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ എഴുതി വെച്ചു. അതുപോലെ ഈ ഒരു പ്ലാനറിൽ ഞാൻ അടുത്ത മാസം എന്തൊക്കെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡേറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഞാനൊരു ഷോർട്സ് ആയിട്ട് എടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ പേര് ലോങ് വീഡിയോ വേണം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ലോങ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ലോങ് വീഡിയോ എടുക്കാമെന്ന്. പക്ഷെ എനിക്ക് ലോങ് വീഡിയോന് മാത്രം ഒരു കോണ്ടന്റ് ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. ഇതെൻ്റെ യൂഷ്വൽ, എൻ്റെ ഒരു ബോറിംഗ് ലൈഫ് ഇങ്ങനെയാണല്ലോ. ഇതിപ്പോൾ എന്തിനാ ഞാനിങ്ങനെ ലോങ് വീഡിയോ ആക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഷോർട്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റൂല. നമുക്ക് കുറച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് എന്തോ സംസാരിക്കുന്ന പോലെ, ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ലോങ് വീഡിയോസിൽ തോന്നാറുണ്ട്. സോ ഒരു റിയലിസ്റ്റിക് ഈവനിങ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പം റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് എവിടെയൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്, എന്തെവിടെയൊക്കെ വെക്കണം എന്ന്. മേക്ക് ഓവർ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലം. ഇത് എപ്പോഴെങ്കിലും ഇടുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. സോറി ഗൈസ്, എന്തായാലും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ സമയമൊന്നും ഒത്തു വരുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഒരു റഫ് ഡ്രോയിങ് എന്നുള്ള രീതിക്ക് കട്ടിൽ എവിടെ വെക്കണം, മേശ എവിടെ വെക്കണം എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു വരച്ചു നോക്കുന്നുണ്ട്. എന്താവുമെന്ന് ദൈവത്തിനറിയാം. അതുപോലെ കഴിഞ്ഞ ദിവസം സുഖമില്ല, 2 ദിവസം വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം കുറേ പേര് വേഗം സുഖാവട്ടെ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ബെറ്ററായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിന്നർ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ആ ഒരു പഴവും കോഫിയും മാത്രമേ കുടിച്ചിട്ടുള്ളൂ. വിശന്നിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ടാണോ വിശപ്പില്ലാത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പ്ലാനിങ്ങും കുറച്ച് സമയം ഡ്രാമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂമിലല്ല കിടക്കാറെന്ന്. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.